ഹലോ, എല്ലാവർക്കും നമസ്കാരം. സഫിയ കെ ബ്ലോഗർ നിലമ്പൂർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സപ്പോർട്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനിയും വേണം നിങ്ങളുടെ സപ്പോർട്ട്. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. ഞങ്ങളൊരു യാത്രയിലാണ്. കലാഭവൻ ഇടവേള റാഫിയുടെ കാറിലാണ് ഞങ്ങൾ യാത്ര. എവിടേക്കാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുറ്റിപ്പുറത്ത് നിന്നും പുറപ്പെട്ടു മലപ്പുറം കലക്ട്രേറ്റിലേക്ക്. ഇത് കലാഭവൻ ഇടവേള റാഫി. ബാക്കിലെ വെള്ള ഷർട്ട് കാണുന്നത് കലാഭവൻ സുഷിത്താണ്. പിന്നെ നടുവിലിരിക്കുന്ന അശോകേട്ടനാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് ബാക്കിലാക്കണു ആക്ക, ഞങ്ങളൊക്കെ സ്വന്തം ആക്ക. കാണുന്നുണ്ടോ? ബാക്കിൽ ചെറുതായിട്ട് കാണുന്നുണ്ട്. 5 പേരാണ് യാത്ര. ഞങ്ങൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. മലപ്പുറം കലക്ട്രേറ്റിക്ക് കുറ്റിപ്പുറത്തു നിന്നാണ് പുറപ്പെട്ടത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്തുമ്പോൾ ഒരു ടെമ്പോയിലാണ് ഞങ്ങൾ പോകുന്നത്, തുറന്ന വണ്ടിയിൽ. ഇപ്പോൾ സാധനത്തിനൊക്കെ വില കൂടി. വെളിച്ചെണ്ണ, അതുപോലെ എല്ലാ സാധനത്തിനും. ഹോട്ടൽ തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നു. അതുപോലെ നമ്മൾ വീട്ടിലുള്ള ആവശ്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്രതിഷേധം ചെയ്യുന്നു. മലപ്പുറത്ത് ചെന്നിട്ട് ഒരു ടെമ്പോയിൽ ഞങ്ങൾ 5 പേര് കയറുന്നു, തുറന്ന വണ്ടിയിൽ. അപ്പോൾ അതിൽ ചെറിയൊരു കണ്ടൻറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ആ ജനങ്ങളെ ഇടയിൽ എത്തിക്കുന്നു. അത് റാഫി, ഞാൻ, ഭാര്യ, ഭർത്താവായിട്ട് ഇതിൽ ഒരു കഥാപാത്രം ചെയ്യുന്നു. ഹലോ, ഹായ്. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുന്നു. ഓരോരുത്തരിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എടുത്തേക്കുന്നതാണ്. ഞാൻ ഓൾറെഡി മാറ്റി ഒരുങ്ങി വന്നതാണ് കേട്ടോ. ഇടവേള റാഫിയാണത്. മലപ്പുറത്ത് എത്തി ഞങ്ങൾ. എനിക്ക് ഇവിടുന്ന് മാറ്റാനൊന്നും പറ്റില്ല. ആണുങ്ങൾ മാറ്റിമാരെ നമുക്കൊന്നും പറ്റില്ലല്ലോ, റോട്ടിൽ നിന്നൊക്കെ അല്ല. അതുകാരണം ഞങ്ങൾക്ക് മാറ്റി വന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഓരോരുത്തർ മേക്കപ്പൊക്കെ ഇടുന്ന് കാണിക്കട്ടെ. ഞാൻ എൻ്റെ ബാക്കിൽ റാഫി ഒരു ഹായ് എടുക്ക്. ഹായ്. നീ പറഞ്ഞ ഞങ്ങളിപ്പോൾ മലപ്പുറം ജില്ലാ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു കലക്ട്രേറ്റ് പ്രതിഷേധ ധർണയ്ക്ക് വേണ്ടി വന്നതാണ്. സഫിയ നിലമ്പൂരുണ്ട്, ആർട്ടിസ്റ്റ് അശോകൻ കുറ്റിപ്പുറം, മുഹമ്മദ് കുട്ടി എന്ന ആക്ക, കലാഭവൻ സുഷിത്ത് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസൊക്കെ എപ്പോഴും പോണാൻ വരാൻ പോകണം. ഓണത്തിന് മാവേലിയോ പുലിക്കളിയോ ചെണ്ടയോ ശിങ്കാരമേളയോ എനി പ്രോഗ്രാം വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സ്റ്റേജ് ഷോകളുണ്ട്. ഇടവേള റാഫി ഇവൻറ്റ്സ്. സഫിയ നമ്മുടെ സ്ഥിരം ആർട്ടിസ്റ്റാണ്. ബൈ, സി യു. ഓക്കേ. അപ്പോൾ കലാഭവൻ സുഷിത്തിനെ പരിചയപ്പെടുത്തി. നമസ്കാരം. അപ്പോൾ ഇന്ന് ഗംഭീര പരിപാടിയാണ്, മലപ്പുറത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ്. ഒരു എസ്ഐയുടെ കോസ്റ്റ്യൂമാണ്. അടിച്ചു പൊളിക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അശോകേട്ടൻ ഇതാക്കണ് ഹാർട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ കാണുന്ന വണ്ടിയിലാണ് പോകുന്നത്. ഇപ്പോൾ സാധനത്തിനൊക്കെ വില കൂടിയില്ലേ, വെളിച്ചെണ്ണക്കോ ഇതിനൊക്കെ ഹോട്ടൽ പരിപാടികളോ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു പ്രതിഷേധം ചെയ്തിട്ടുള്ളൊരു ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ വണ്ടിയിലാണ് പോകുന്നത് യാത്ര തുടരുന്നത്. ഇത് നമ്മൾ ഇടവേള റാഫിൻ്റെ വണ്ടിയാണ് കേട്ടോ. അതിൽ നമ്മളൊരു കലാഭവൻ സുഷിത്തുണ്ട്. അവന് പോലീസിൻ്റെ ഒരു ഇതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അവനാണിത്. ഒരു ഹായ് പറയൂ സുഷിത്തെ എല്ലാവരോടും, പ്രേക്ഷകരോടൊക്കെ. അവന് ഹായ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് മ്യൂട്ട് ചെയ്തുകൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം സൗണ്ട് കുറവായത് കാരണം. ഓക്കെ. പിന്നെ അവൻ്റെ പേര് ഓൾറെഡി സുഷിത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ. പിന്നെ നമ്മൾ അശോകേട്ടനൊക്കെ അത് എത്ര പണിയിലാണ്. പോകാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. റാഫി ആകണു കടന്ന് വീഡിയോ എടുക്കുന്നു, അവൻ്റെ യൂട്യൂബ് ചാനലിടാൻ. ഞാൻ ഇപ്പുറത്ത് ചെയ്യുന്നു. അതുപോലെ പോകാനുള്ള വണ്ടിയിലൊക്കെ കസാരകളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇവരൊന്നും ഡ്രസ്സ് മാറ്റിയില്ല. ഇവർക്ക് ഇനി മേക്കപ്പ് ഇടാണ്ട്, ഡ്രസ്സ് മാറ്റാണ്ടൊക്കെ ഉണ്ട്. മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ വിട്ടുതരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയിൽ കയറുന്ന വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നെ ഇട്ടുതരുന്നുണ്ട്. അത് അവർ ടീം ഇട്ട് തന്നാൽ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എഴുതിയതൊക്കെ ഞങ്ങളെ ദേഹത്ത് ഒട്ടിക്കൂട്ടോ. അതൊക്കെ കാണും നിങ്ങൾക്ക്. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഒക്കെ റെഡിയാക്കണുള്ളൂ. ചീരൊക്കെ അവിടെ നിന്ന് കൊടുന്ന കഴിഞ്ഞ താളിക്കും ചെയ്യാലോ. കയ്പങ്ങ ഉപ്പേരി, പടവലങ്ങ, വൈതലങ്ങ, മുരിങ്ങാക്കായി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ എല്ലാതും ഉണ്ടാവും. പച്ചക്കറി ഉണ്ട്, അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് വിലവർധന എന്നുള്ള ഇതൊക്കെ നമ്മൾ അശോകേട്ടനായിട്ടോ ഇത് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സെറ്റാക്കിയിട്ട് ബാക്കിയുള്ളതും കാണാം. എന്തെങ്കിലോ വയറിൽ തന്നെ പറ 2 വാക്ക് പറയും. നിങ്ങൾ എന്തിനു വന്നതാ? ഞാനിവിടെ ലേശം മണ്ണ് വേണ്ടണ്ടേ, ഇന്നു വന്നാണ്.
കല്ലുമൊക്കെ ഇങ്ങനെ എനിക്ക് കഴിക്കണമൊക്കെ പൊന്തിക്കും ഞാൻ മെല്ലെ അങ്ങോട്ട് മറിച്ചിടും. ഇത് ഞങ്ങൾ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ആക്കേണ്ട ഓക്കെ ആക്കാം. ഇന്നത്തെ റോഡ് ഷോ മലപ്പുറത്തല്ലേ? അടിപൊളി, നമ്മൾ അടിച്ചു പൊളിക്കൂലേ? അടിച്ചു പൊളിക്കണല്ലോ. ഉഷാറാക്കൂലേ? ഓ യാതൊരു സംശയമില്ല. നിങ്ങളുടെ കഥാപാത്രം എന്താണ്? എന്റെ കഥാപാത്രം ഒരു കഥാപാത്രമല്ലേ കഥാപാത്രം. ഞാൻ വ്യാപാരിയായിട്ട് കച്ചവടം ബിസിനസ് വേണ്ടമെന്ന് തന്നെ. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത്. ഇതിലൊക്കെ കയറ്റിയിട്ട് വേണം ഓരോരുത്തർക്കും ഓരോന്ന് കയ്യിൽ കൊടുക്കും. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ദേഹത്തൊക്കെ ഓരോ സാധനങ്ങൾ കിട്ടും. എൻ്റെ ദേഹത്ത് ഹോട്ടൽ തൊഴിലാളിയുടെ ഭാര്യന്ന് കിട്ടും, അതുപോലെ റാഫിൻ്റെ, അങ്ങനെ എല്ലാവർക്കും കിട്ടും. ഒക്കെ ഇനി കാണാൻ ഞങ്ങൾക്ക് ഇതാക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കെട്ടാണ് സംഗതിയായിട്ട്. ഹോട്ടൽ തൊഴിലാളിയുടെ ഭാര്യ, വെളിച്ചെണ്ണയ്ക്ക് വില കയറ്റം, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഒക്കെ ഹാർഡ് വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും വെച്ച് കെട്ടണം ദേഹത്ത്. അങ്ങനെ അശോകേട്ടന് റാഫിദ മേക്കപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ആൾക്കാരൊക്കെ ഉണ്ടാകും നല്ല വെളുത്ത് കുട്ടപ്പന്മാരായി. അശോകേട്ടനെ തിരിച്ചറിയണില്ല കണ്ടോ. അതുപോലെ പോലീസ് ആക്കണം വലിപ്പില്ലാത്തൊരു ഫാനൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ റാഫിദ് ആക്കണം. ആക്കാക്ക് മേക്കപ്പ് ഇടുന്നു കണ്ടോ. ആക്ക സുന്ദരനായി, സുന്ദരൻ. രാജേരാക്കാക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞതാ, കടിച്ചിപ്പൊക്കെ ഇട്ട് തക്കണ രാജേരാക്ക കണ്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനൊക്കെ ഒരുങ്ങി ദേഹത്തൊക്കെ തൊട്ടിച്ചു. പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ വണ്ടി കയറണം. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് കാരണം പിന്നെ ഞങ്ങൾ പോകുന്ന വണ്ടിയിലുള്ള അഭിനയവും യാത്രേൻ്റെ ഒന്നും വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഫോൺ സ്വിച്ച് ഓഫ് കാരണം. വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ.